ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന SCERT ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ മാനവികത. ആ ചാപ്റ്ററാണ് ഫസ്റ്റായിട്ട് പഠിക്കാൻ പോകുന്നത്. SCERT ഫാക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നമ്മുടെ PSC പരീക്ഷകളിൽ 100 ക്വസ്റ്റ്യനിൽ ഒരു എബോവ് 50 ക്വസ്റ്റ്യനും SCERTയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് ചോദിച്ചു വരാറുള്ളത്. അപ്പം SCERTയുടെ എല്ലാ പോയിൻറ്സും ഓരോ ക്വസ്റ്റ്യനായിട്ട് വരുന്ന രൂപത്തിൽ നമുക്ക് അതിൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. മാനവികത 10ാം ക്ലാസ് തൊട്ടിട്ട് 5ാം ക്ലാസ് വരെ നമ്മൾ SCERT പഠിക്കും. അത് പഠിക്കാനായി നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും അതിൻ്റെ സബ്സ്ക്രിപ്ഷനും ബെൽ ബട്ടണും അമർത്തുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ മാനവികത. അറിവിൻ്റെ നിരാസം നന്മയുടെ നിരാസം തന്നെയാണ്. നന്മയുടെ ജ്വാലയാൽ പ്രകാശിതമാകട്ടെ ബുദ്ധിക്ക്, ആ ജ്വാലയെ സ്നേഹിക്കാതിരിക്കാനാവില്ല. സ്നേഹം അറിവിൻ്റെ മാത്രം സന്തതിയാണ്. യുക്തിചിന്ത ശരിയായ ഇച്ഛയുടെ മാർഗദർശിയും നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതും യുക്തി തന്നെ. ഒരു കോട്സ്, അത് അത്ര വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തതാണ് നമ്മൾ ചാപ്റ്ററിൻ്റെ തുടക്കം. 13ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്രചിന്തകനായ റോജർ ബേക്കണിൻ്റെ വാക്കുകളാണിത്. അപ്പോൾ ഈ വാക്ക് പറഞ്ഞത് ആലോചിച്ച റോജർ ബേക്കൺസ്, അതിൻ്റെ വാക്കുകളാണിത്. യുക്തിചിന്ത, അറിവ്, സ്നേഹം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യൂറോപ്പിലെ അധികാരികൾ യുക്തിചിന്തയെ നിഷേധിച്ചിരുന്നു. റോജർ ബേക്കണിനെ പോലുള്ള ചിന്തകർ നിലവിലിരുന്ന ഫ്യൂഡൽ അധികാര വ്യവസ്ഥയെയും അതിൻ്റെ ആശയങ്ങളെയും ചോദ്യം ചെയ്തു. അപ്പം ഈ റോജർ ഫെഡർ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഫ്യൂഡൽ വ്യവസ്ഥയെയും ചിന്ത നിലവിലുന്ന ഫ്യൂഡൽ വ്യവസ്ഥയും അധികാര വ്യവസ്ഥയൊക്കെ കുറിച്ച് ഈ റോജർ ബേക്കൺ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. തൽഫലമായി അവരിൽ പലരും അധികാരികളുടെ ക്രൂരമായ, ഈ ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായി അവർ അധികാരികളുടെ ക്രൂരമായ പീഡനത്തിനും ജയിൽവാസത്തിനും വിധേയരായി. ചിലർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. എന്നാൽ പിൽക്കാലത്ത് സ്ഥിതിഗതികൾ മാറി തുടങ്ങി. അടുത്തതായിട്ട് പിന്നെ റോജർ ബേക്കണും അദ്ദേഹം വരച്ച ഡയഗ്രങ്ങളുമാണ് പുസ്തകത്തിൽ കാണിക്കുന്നത്. 14ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു. പ്രാചീന യൂറോപ്പിലെ ഗ്രേക്കോ റോമൻ സംസ്കാരം നിലവിലിരുന്നത് യൂറോപ്പിലായിരുന്നു. സ്വാധീനത്തോടെ മധ്യകാലത്ത് നിലനിന്നിരുന്ന ആശയങ്ങളിൽ നിന്നും വഴിപിരിയാനുള്ള പ്രവണതയും ഇക്കാലത്ത് ശക്തിപ്പെട്ടു. ഈ മാറ്റങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? മനുഷ്യകേന്ദ്രീകൃതമായ കാഴ്ചപ്പാട്, അതാണ് മാനവികത. മനുഷ്യനുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാട് മാനവികത എന്നറിയപ്പെടുന്നു. നഗരജീവിതത്തിൻ്റെ വളർച്ച, നഗരജീവിതം വളർന്നു. മതേതര മൂല്യങ്ങൾ വ്യാപിച്ചു. പണാധിഷ്ഠിത സമ്പദ്ഘടന, പണം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു സമ്പദ്ഘടന ഉയർച്ച പ്രാപിച്ചു. കച്ചവടത്തിൻ്റെ പുരോഗതി, അങ്ങനെ പണം ഉണ്ടായപ്പോൾ കച്ചവടം പുരോഗതി പ്രാപിച്ചു. പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം, ആ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രമുള്ള ഭാഷകൾക്ക് കുറച്ച് പ്രാധാന്യം ലഭിച്ചു തുടങ്ങി. വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. കലാശാസ്ത്ര രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ, യുക്തിചിന്ത, ഇവയെല്ലാമായിരുന്നു ഇതിൻ്റെ സവിശേഷതകൾ. ഏതിൻ്റെ സവിശേഷതകൾ? ഗ്രേക്കോ റോമൻ സംസ്കാര സ്വാധീനത്തോടൊപ്പം മധ്യകാലത്ത് നിലനിന്നിരുന്ന ആശയങ്ങളിൽ വഴിപിരിയാനുള്ള പ്രവണതയും ഇക്കാലത്ത് ശക്തിപ്പെട്ടു. ഈ മാറ്റങ്ങളുടെ സവിശേഷതകളായിരുന്നു നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇനി അവിടെ ബോക്സിലാക്കി ഒരു ഗ്രേക്കോ റോമൻ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രേക്കോ റോമൻ സംസ്കാരങ്ങൾ. എന്താണ് ഗ്രേക്കോ റോമൻ സംസ്കാരങ്ങൾ? പ്രാചീന യൂറോപ്പിൽ നിലനിന്നിരുന്ന 2 പ്രധാന സംസ്കാരങ്ങൾ. ഏത്
പ്രാചീന യൂറോപ്പിലായിരുന്നു ഗ്രേക്കോ റോമൻ സംസ്കാരങ്ങൾ നിലനിന്നിരുന്നത്. ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങൾ ഇവ ക്ലാസിക്കൽ സംസ്കാരങ്ങൾ. ഏതാണ് ക്ലാസിക്കൽ സംസ്കാരങ്ങൾ? ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങളാണ് ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത്. BCE 12-ാം നൂറ്റാണ്ട് മുതൽ BCE 12-ാം നൂറ്റാണ്ട് മുതൽ BCE 4-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് ഗ്രീക്ക് സംസ്കാരത്തിൻ്റേത്. ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ കാലഘട്ടം ചോദിച്ചാൽ BCE 12 മുതൽ BCE 4-ാം നൂറ്റാണ്ട് വരെയായിരുന്നു ഗ്രീക്ക് സംസ്കാരം. BCE 12 മുതൽ 4 വരെ ഗ്രീക്ക് സംസ്കാരവും 7 മുതൽ 5 നൂറ്റാണ്ട് വരെ BCE 7-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെ ഏതായിരുന്നു? റോമൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ ബോക്സിൽ ഗ്രേക്കോ റോമൻ സംസ്കാരങ്ങളുണ്ട്. അപ്പോൾ 2 കാലഘട്ടങ്ങൾ 12 മുതൽ 4 വരെ ഗ്രീക്ക് സംസ്കാരവും പിന്നെ 7 മുതൽ 5 വരെ ഏത് സംസ്കാരമാണ്? റോമൻ സംസ്കാരവുമാണ്. റോമൻ സംസ്കാരമാണ് കുറച്ചു കാലം, അതായത് 12 മുതൽ 4 വരെ അതിനകത്തുള്ള ഒരു സംസ്കാരം തന്നെയാണ് റോമൻ സംസ്കാരം. അതുകൊണ്ട് ഈ 2 സംസ്കാരങ്ങളെയും കൂടി പറയുന്നതാണ് ഗ്രേക്കോ റോമൻ സംസ്കാരം. അടുത്തതായിട്ട് വീണ്ടും ഒരു ബോക്സ് കാണിക്കുന്നുണ്ട്. ബോക്സിലെ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബോക്സിനെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കണം. PSC അത് പ്രത്യേകം ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾക്ക് അവിടെയും ഇവിടെയൊക്കെ ഒരുപാട് നോക്കാതെ പെട്ടെന്ന് ക്വസ്റ്റ്യനാക്കി മാറ്റാൻ പറ്റുന്ന ഏരിയകളാണ് ബോക്സുകൾ, SCERT ബോക്സുകൾ. റിനൈസൻസ് എന്ന വാക്കിന് മലയാളത്തിൽ അർത്ഥം എന്താണ്? നവോത്ഥാനം. റിനൈസൻസിൻ്റെ അർത്ഥം എന്താണ്? നവോത്ഥാനം. പുനർജനി എന്നൊക്കെയാണ് അർത്ഥം. നവോത്ഥാനത്തിൻ്റെ അർത്ഥം എന്താണ്? പുനർജനി. 14-ാം നൂറ്റാണ്ടോടുകൂടി പ്രാചീന ഗ്രേക്കോ റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായ പുനർജനി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നവോത്ഥാനം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? 14-ാം നൂറ്റാണ്ടോടുകൂടി പ്രാചീന ഗ്രേക്കോ റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായ പുനർജനിയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വീണ്ടും പറയും, നവോത്ഥാനം എന്തുകൊണ്ട് ഇറ്റലിയിൽ എന്ന ഒരു ഹെഡിങ്ങോട് തുടങ്ങുന്നതാണ്. തന്നിട്ടുള്ള ഭൂപടം നിരീക്ഷിക്കൂ, മധ്യകാല ഇറ്റലിയിൽ നിലനിന്നിരുന്ന നഗരങ്ങളെ കണ്ടെത്തി എഴുതൂ എന്നൊക്കെയാണ് പറയുന്നത്. ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റ് നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. കാരണം യൂറോപ്പിലെ മറ്റ് നഗരങ്ങളിൽ ഇറ്റലിക്ക് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് കാരണങ്ങൾ? അവ കൂടുതൽ സ്വതന്ത്രവും സമ്പന്നവും ഊർജ്ജസ്വലവുമായിരുന്നു. ഇറ്റലി എന്തായിരുന്നു? കൂടുതൽ സ്വതന്ത്രമുള്ള ഒരു രാജ്യമായിരുന്നു, സമ്പന്നമായിരുന്നു, ഊർജ്ജസ്വലമുള്ള രാജ്യമായിരുന്നു. ഇവിടങ്ങളിൽ എവിടുത്തെ പ്രത്യേകത എന്താ? വ്യാപാരികൾ ബാങ്കിങ്, ഇൻഷുറൻസ് എന്നീ മേഖലകളെക്കുറിച്ച് അറിവുള്ളവരായിരുന്നു. കുറച്ച് വിദ്യാഭ്യാസമുള്ള ആളുകളായിരുന്നു. ബാങ്കിങ്, ഇൻഷുറൻസ്, വ്യാപാരികൾ എന്നീ മേഖലകളെക്കുറിച്ചൊക്കെ അറിവുള്ള ആളുകളായിരുന്നത് ഇറ്റലിയിലെ ആളുകൾ. ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത കൈവരിച്ചവരും. ബുക്ക് കീപ്പിംഗ് അതായത് എക്കണോമിക്സിലൊക്കെ നമ്മൾ വരുന്നൊരു വേർഡാണ് ബുക്ക് കീപ്പിംഗ്. അങ്ങനത്തെ ആ കാര്യങ്ങളിലൊക്കെ അന്നത്തെ കാലത്ത് തന്നെ അവർക്ക് നല്ല കാര്യക്ഷമത കൈവരിക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. അവരിൽ നിരവധി പേർ വാണിജ്യത്തിലൂടെ അതിസമ്പന്നരായി മാറുകയും ചെയ്തു. ഈ ബുക്ക് കീപ്പിംഗ് ഒക്കെ അന്നത്തെ ഈ 14-ാം നൂറ്റാണ്ട് 15-ാം നൂറ്റാണ്ടിലൊക്കെ ബുക്ക് കീപ്പിങ്ങിനെ കുറിച്ച് അറിയുന്ന ആളുകൾ അന്നത്തെ അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജനങ്ങളാണ് അന്ന് ഇറ്റലിയിൽ ഉണ്ടായിരുന്നതെന്ന് നമുക്കിപ്പോൾ പറയാം. ഒരു സ്ഥാപനത്തിൻ്റെ വരവും ചെലവും ദൈനംദിന അടിസ്ഥാനത്തിൽ ബോക്സാണ്. ഒരു സ്ഥാപനത്തിൻ്റെ വരവും ചെലവും ദൈനംദിന അടിസ്ഥാനത്തിൽ ക്രമമായി രേഖപ്പെടുത്തുന്നതിനെയാണ് ക്രമമായി അവിടെയും ഇവിടെയും രേഖപ്പെടുത്തൽ, ഒരു ഓർഡറിൽ അതിൻ്റെ വരവും ചെലവും ഒക്കെ രേഖപ്പെടുത്തുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ നടപടിയെ നമുക്ക് പറയാം ബുക്ക് കീപ്പിംഗ്. അക്കൗണ്ടിങ് ഈ എന്താ ഇത് പഠിക്കുന്നവരില്ലേ, എക്കണോമിക്സ് എന്താ പറയുക, അക്കൗണ്ടൻസി ഒക്കെ പഠിക്കുന്നവർക്കുള്ള ഒരു വേർഡാണ് ഈ ബുക്ക് കീപ്പിംഗ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ നടപടിയാണെന്ത്? ബുക്ക് കീപ്പിംഗ്. ഇനി 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയും മതമേധാവിത്വത്തിൻ്റെ ശക്തി ക്ഷയിക്കുന്നതിനും കാരണമായി. അങ്ങനെ 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ ഒരു വാണിജ്യവൽക്കരണം വന്നു. മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ അവിടെ തകർന്നുപോയി. മതമേധാവിത്വത്തിൻ്റെ ശക്തി ക്ഷയിക്കുന്നതിനും കാരണമായി. അവിടെ മതമേധാവിത്വം അങ്ങ് ക്ഷയിച്ചു, അവിടുത്തെ ഫ്യൂഡൽ വ്യവസ്ഥ തകർന്നു. അങ്ങനെ സമ്പന്നമായ ഒരു വിഭാഗത്തിൻ്റെ ഉയർച്ചയും ആധിപത്യവും ഇടയാക്കി.
അങ്ങനെ ക്ഷയിക്കുന്നതിനും കാരണമായി. ഇത് സമ്പന്നമായ ഒരു വിഭാഗത്തിൻ്റെ ഉയർച്ചക്കും ആധിപത്യത്തിനും ഇടയാക്കി. അവിടെ സമ്പന്നമായവർക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് വന്നത്. അങ്ങനെ വാണിജ്യ പുരോഗതിയുടെ ഫലമായി അങ്ങനെ അവിടെ സമ്പന്ന ആൾക്കാർ ഉയർന്നു വന്നപ്പോൾ അവിടെ വാണിജ്യ പുരോഗതി വന്നു. അതിൻ്റെ ഫലമായി ഇറ്റലിയിൽ നിരവധി സമ്പന്ന കുടുംബങ്ങൾ ഉയർന്നു വന്നു. അങ്ങനെ ഒരു രാജ്യത്ത് സമ്പന്നർ ഉയർന്നു വന്ന അവിടെ സമ്പന്ന കുടുംബങ്ങൾ ഉയർന്നു വന്നു. ഇവർ രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഒരു പങ്ക് ആവശ്യപ്പെട്ടു. അങ്ങനെ ഇവർ ഉയർച്ചയിൽ വന്നപ്പോൾ അവൾക്ക് അവിടുത്തെ രാഷ്ട്രത്തിൻ്റെ അധികാരത്തിനും കൂടെ അവർക്കൊരു പങ്ക് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. എന്താണ്? അങ്ങനെ സമ്പന്ന കുടുംബങ്ങൾക്ക് രാഷ്ട്രീയാധികാരത്തിൽ പങ്ക് വേണം. ഇത്തരത്തിൽ ഉയർന്നു വന്ന കുടുംബങ്ങളും അവ വളർന്നു വന്ന നഗരങ്ങളും ഏതെല്ലാം എന്ന് നോക്കാം. ഏതെല്ലാം നഗരങ്ങളിലാണ് ഈ ഇറ്റലി കുടുംബങ്ങൾ? മെഡിച്ചി എന്നുള്ള കുടുംബം ഇറ്റാലിയൻ കുടുംബമാണ്. മെഡിച്ചി അത് ഏത് നഗരത്താണ്? ഫ്ലോറൻസ് എന്ന നഗരത്തിൽ ഉയർന്നു വന്നു. ബോക്സിലുള്ള കാര്യമാണ്, ഇമ്പോർട്ടൻസ് ആണ്. PSC ക്വസ്റ്റ്യനായിട്ട് വരും. മെഡിച്ചി ഫ്ലോറൻസ്, ഇങ്ങനെ തന്നെ പഠിക്കുക. മെഡിച്ചി ഫ്ലോറൻസ്. സ്ഫോർസ മിലാൻ. സ്ഫോർസ എന്നുള്ള കുടുംബം എവിടെയാണ്? മിലാൻ എന്ന നഗരത്തിലാണ് ഉയർന്നു വന്നത്. ഫർണീസി എന്ന കുടുംബം എവിടെ ഉയർന്നു വന്നു? പാർമ. ഫർണീസി പാർമ. ഓർസീനി എവിടെയാണ് ഉയർന്നു വന്നത്? നെപ്പിൾസ് എന്ന നഗരത്തിൽ ഉയർന്നു വന്ന കുടുംബം, ഇറ്റാലിയൻ കുടുംബം ഏതാണ്? ഓർസീനി കുടുംബം. വിസ്കൊന്തി മിലാൻ എന്ന നഗരത്തിൽ 2 കുടുംബങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഒന്ന് സ്ഫോർസ, ഒന്ന് വിസ്കൊന്തി. അപ്പോൾ ഒന്നും കൂടെ: മെഡിച്ചി ഫ്ലോറൻസ്, സ്ഫോർസ മിലാൻ, ഫർണീസി പാർമ, ഓർസീനി നേപ്പിൾസ്, വിസ്കൊന്തി മിലാൻ. ഇത് ഒരു 5 തവണ വായിച്ചാൽ നമുക്ക് ആ വേർഡ് കേൾക്കുമ്പം അവിടുത്തെ നഗരം ഓട്ടോമാറ്റിക്കായി നമ്മുടെ വായിൽ വന്നുകൊണ്ടിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് എന്താ പറയുക? മധ്യകാലത്ത് നടന്ന കുരിശു യുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സംസ്കാര വിനിമയത്തിന് വഴിതെളിയിച്ചു. അങ്ങനെ അവിടെ എന്ത് നടന്നിട്ടുണ്ടായിരുന്നു? ഒരു കുരിശു യുദ്ധം പറഞ്ഞൊരു യുദ്ധം നടന്നു. എന്തൊക്കെയായിരുന്നു? കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സംസ്കാര വിനിമയത്തിന് ഈ യുദ്ധം നടന്നത് കാരണം ഈ കിഴക്ക് ഭാഗത്തുള്ള പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനൊരു കാരണമായി. കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ, നഗരങ്ങൾ, അവിടങ്ങളിലെ ജനജീവിതം തുടങ്ങിയവുമായി ഇറ്റാലിയൻ നഗരങ്ങൾ പരിചയത്തിലായി. ഇത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടി. അങ്ങനെ ഇത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് അങ്ങ് വേഗത കൂട്ടി ഈ കുരിശുദ്ധം കാരണമായി. ഇസ്ലാമിക സാമ്രാജ്യം, ബൈസന്റൈൻ, കിഴക്കൻ റോമൻ സാമ്രാജ്യം എന്നിവയുമായി സ്ഥാപിച്ച വാണിജ്യബന്ധത്തിലൂടെ വൻതോതിൽ സമ്പത്ത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകി. കാലാന്തരത്തിൽ മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിൻ്റെ കുത്തക ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായി. അതൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ഇനി എന്താണ് നമ്മൾ കുരിശ് യുദ്ധം പഠിക്കണം, കാരണം അത് SCERT ബോക്സിൽ വന്ന കാര്യമാണ്. വിശുദ്ധ നാടായി കരുതപ്പെടുന്ന ജെറുസലേമിനായി ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന ആരൊക്കെ തമ്മിലാണ്? ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളെ എന്തു പറയുന്നു? കുരിശ് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു ചോദിക്കുമ്പോൾ ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്നതാണ്. ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ജീവിതത്തിൽ ഇത് നിർണായക സ്വാധീനം ചെലുത്തി. ഈ കുരിശുദ്ധം കൊണ്ട് ഇപ്പം നമ്മൾ ഇവിടെ തന്നെ കണ്ടു, ഇറ്റലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവരുടെ സംസ്കാരങ്ങൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വിനിമയം നടത്താൻ ഈ കുരിശുദ്ധത്തിന് സാധിച്ചു. അങ്ങനെ ഈ ലോകത്ത് പല സ്ഥലങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഈ കുരിശുദ്ധങ്ങൾക്ക് സാധിച്ചു. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ ഇത് നിർണായക സ്വാധീനം ചെലുത്തി. CE 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയായിരുന്നു ഇതിൻ്റെ കാലഘട്ടം. ഇമ്പോർട്ടൻ്റ് ആണ് കുരിശ് യുദ്ധത്തിൻ്റെ കാലഘട്ടം. CE 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ നടന്ന യുദ്ധം ഏതായിരുന്നു? കുരിശ് യുദ്ധമായിരുന്നു. ആരൊക്കെ തമ്മിലായിരുന്നു? ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു കുരിശ് യുദ്ധം.
14-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്യൂബോണിക് പ്ലേഗ് എന്ന മഹാമാരി ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി ബാധിച്ചു. പ്ലേഗ് ബാധിച്ചിരുന്നു. എവിടെ? ഇറ്റാലിയൻ നഗരങ്ങളെ പ്ലേഗ് ബാധിച്ചിട്ടുണ്ടായിരുന്നു. മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്യൂബോണിക് പ്ലേഗ്, അവിടെ ബാധിച്ച പ്ലേഗാണിത്, ബ്യൂബോണിക് പ്ലേഗ് എന്ന മഹാമാരി. അങ്ങനെ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ഈ ദുരന്തത്തിൽ, ബ്ലാക്ക് ഡെത്ത്, പ്ലേഗിനെ പറയുന്ന മറ്റൊരു പേരാണ് ബ്ലാക്ക് ഡെത്ത്. ഈ ദുരന്തത്തിൽ വൻതോതിൽ ജനങ്ങൾ മരണപ്പെട്ടു. തൊഴിലാളികളുടെ ലഭ്യതയിൽ കുറവുണ്ടായി. ആളുകളൊക്കെ മരിച്ചപ്പം അവിടെ തൊഴിലാളികളില്ലാതായി മാറി. ഇത് കാർഷിക മേഖലയെ ആശ്രയിച്ച് നിലനിന്നിരുന്ന മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും വാണിജ്യ കേന്ദ്രീകൃതമായ മധ്യവർഗത്തിൻ്റെ വളർച്ചയ്ക്കും, അങ്ങനെ ആളുകൾ പോയപ്പം അവിടെ എന്തായി? മധ്യവർഗം വളർന്നു വരാൻ തുടങ്ങി ഈ ഒരു പ്ലേഗ് കാരണം. അങ്ങനെ നിലവിലുണ്ടായിരുന്ന മരുന്നുകൾ പ്ലേഗിനെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ജനം പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ, അതായത് ഇതിനുള്ള മരുന്നുകൾ ഇവിടെ ഇല്ലാതെയായപ്പോൾ എന്ത് ചെയ്തു? ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പ്ലേഗിൻ്റെ ഭീകരത മനുഷ്യനെ ജീവിതത്തിൻ്റെ നൈമിഷികതയെയും അനിശ്ചിതത്വത്തെയും കുറിച്ച് ചിന്തിക്കാനും സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും തങ്ങളെക്കുറിച്ചുള്ള ചിന്തിക്കാനും പ്രേരിപ്പിച്ചു. ഇത് മാനവികതയിലേക്ക് വഴി തുറന്നു. അങ്ങനെ അതായത് പ്ലേഗ് കാരണം ഒരുപാട് ആളുകൾ നശിച്ചപ്പം അവിടുത്തെ ജീവിത രീതിയൊക്കെ മാറാൻ തുടങ്ങിയപ്പം അവിടെ ഒരു മാനവികതക്ക് വഴി തുറന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് പറഞ്ഞു തരുന്ന ബോക്സിലുള്ളത് നമുക്ക് PSC ക്വസ്റ്റ്യനായിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് PSCക്ക് ഒരുപാട് ചോദിച്ചു വരുന്നത്. ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് ബോക്സിലുള്ള കാര്യങ്ങൾക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കണം. ഇതൊരു ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ പഠിച്ച് പോകണം. അത് എന്തായാലും വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് പഠിച്ചപ്പോഴൊക്കെ ഇങ്ങനെ ബോക്സിലുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ടൈമിൽ ആദ്യത്തിൽ വരുന്നത് ഈ ക്വസ്റ്റ്യനായിരുന്നു. പിന്നീട് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയതിനു ശേഷമാണ് ബോക്സിലില്ലാത്ത പോയിൻറ്റ്സുകൾക്കൊക്കെ ക്വസ്റ്റ്യനായിട്ട് വരാൻ തുടങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ബോക്സാണ് പഠിക്കേണ്ടത്. അപ്പോൾ എന്താണ് ബോക്സിൽ പറയുന്നുണ്ട്? ബ്ലാക്ക് ഡെത്ത് എന്താണ്? 1347-നും 1351-നും ഇടയിൽ യൂറോപ്പിനെ തകർത്തെറിഞ്ഞ പ്ലേഗ് എന്ന മഹാമാരിയെയാണ് ബ്ലാക്ക് ഡെത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാണ് ബ്ലാക്ക് ഡെത്ത് വന്ന കാലഘട്ടം? 1347, 1351-നും ഇടയിൽ യൂറോപ്പിനെ തകർത്തെറിഞ്ഞ പ്ലേഗ്, അതിനെ എന്തു പറയുന്നു? ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നു. രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ കറുത്ത കുമിളകൾ രൂപപ്പെട്ടിരുന്നു. ഇതിനാലാണ് ഈ ദുരന്തം കറുത്ത മരണം എന്നറിയപ്പെട്ടിരുന്നത്. കറുത്ത കുമിളകൾ രൂപപ്പെട്ടു, അതുകൊണ്ടാണ് ഇതിനെ കറുത്ത മരണം എന്നറിയപ്പെട്ടത്. വാണിജ്യത്തിനായി വന്ന കപ്പലുകളിലൂടെ എത്തിയ എലികളിലെ ചെള്ള് വഴിയാണ് യൂറോപ്പിൽ പ്ലേഗ് പടർന്നു പിടിച്ചത്. വാണിജ്യത്തിനായി വന്ന കപ്പലുകളിലൂടെ എത്തിയ എലികളിലെ ചെള്ള് വഴിയാണ് യൂറോപ്പിൽ പ്ലേഗ് പടർന്നു പിടിച്ചത്. ഇനി അടുത്തതായിട്ട് യൂറോപ്യൻ നവോത്ഥാനം ഒരു കൊളോണിയൽ കാഴ്ചപ്പാട്. യൂറോപ്പ് കേന്ദ്രീകരിച്ചാണ് നവോത്ഥാനം ആവിർഭവിച്ചത്. എവിടെ? യൂറോപ്പ് കേന്ദ്രീകരിച്ച് നവോത്ഥാനം ആവിർഭവിച്ചു എന്ന ആശയത്തിനെതിരായി ഇന്ന് നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ജോർജ് ജെയിംസിൻ്റെ സ്റ്റോളൻ ലെഗസി, മാർട്ടിൻ ബർണറിൻ്റെ ബ്ലാക്ക് അഥീന, ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക് സിവിലൈസേഷൻ എന്നീ ഗ്രന്ഥങ്ങൾ ഈ അഭിപ്രായം പങ്കുവെക്കുന്നവയാണ്. യൂറോപ്പ് മാത്രം ശരിയും മറ്റെല്ലാം തെറ്റുമാണ്, അല്ലെങ്കിൽ യൂറോപ്യർ മാത്രം പരിഷ്കൃതരും മറ്റെല്ലാവരും അപരിഷ്കൃതരുമാണ് എന്ന് വരുത്തി തീർക്കാനാണ് കൊളോണിയൻ ചരിത്രകാരന്മാർ ശ്രമിക്കുന്നത് എന്നാണ് ഇവർ വാദിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിലെ ഈ ബുക്സിൻ്റെ പേരും ഓഥറിൻ്റെ പേരും ഇമ്പോർട്ടൻ്റ് ആണ്. ജോർജ് ജെയിംസിൻ്റെ സ്റ്റോളൻ ലെഗസി, അങ്ങനെ തന്നെ പഠിക്കുക. ജോർജ് ജെയിംസിൻ്റെ സ്റ്റോളൻ ലെഗസി. മാർട്ടിൻ ബർണറിൻ്റെ ബ്ലാക്ക് അഥീന, ബർണലിൻ്റെ ബ്ലാക്ക് അഥീന. ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക് സിവിലൈസേഷൻ എന്നീ ഗ്രന്ഥങ്ങൾ. അപ്പോൾ രണ്ട് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരിക്കും.
മാർട്ടിൻ ബർണലിന് ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക് സിവിലൈസേഷനും ബ്ലാക്ക് അദീനയും മാർട്ടിൻ ബർണലിൻ്റേതാണ്. അങ്ങനെ അത് രണ്ടുമാണ് അതിനകത്ത് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. കാരണം ഒരുപാട് ലെങ്തി വീഡിയോ ആയാൽ നിങ്ങൾക്കെല്ലാവർക്കും കേൾക്കാനും അത് ശ്രദ്ധിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാവും. അടുത്ത ഇതിൽ ഇപ്പോൾ 20 മിനിറ്റ്സ് ഇപ്പം തന്നെ ആയി. അപ്പം 20 മിനിറ്റ്സ് വീഡിയോ കേട്ടാൽ നിങ്ങൾ കൂടുതൽ നല്ലതുപോലെ ഓരോ പോയിൻറ്റ്സ് നമ്മൾ എടുക്കുന്നത് കറക്റ്റ് നിങ്ങളുടെ തലയിലേക്ക് പതിക്കണം ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ നോട്ടൊക്കെ എഴുതിയെടുത്ത് നല്ലതുപോലെ പഠിക്കുക. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ നമ്മളൊരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓരോ ദിവസവും എടുക്കുന്ന വീഡിയോ ദിവസം തന്നെ പഠിച്ചു പോവുക. SCRTയിലെ എല്ലാ ചാപ്റ്ററും നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ കവർ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.